ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഗ്രീൻ പീസ് വെച്ചിട്ട് നമ്മുടെ ഗ്രീൻ പീസ് വടയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പരിപ്പ് വടയൊക്കെ പോലെ തന്നെ, പക്ഷേ ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നന്നായി കഴുകിയെടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് നന്നായി അരയണ്ട, എന്നാൽ നമുക്കിങ്ങനെ ഒരു കുഴക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇതിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസം വരുത്താം, ഒരു സവാള, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഉപ്പും ഉള്ളിൻ്റെ ഇതൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്കൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോരോ പരിപ്പ് വടയായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. പരിപ്പ് വടേൻ്റെ ഷേപ്പൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ആ രീതിക്ക് തന്നെ പരത്തിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, ഉള്ളു വേവുകയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് വൈകുന്നേരത്തെ ചായക്കൊരു സ്നാക്സ് വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇതാ പരിപ്പ് വട നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു പച്ച കളറിലാണ് ഇതിൻ്റെ ഉൾവശം ഉള്ളത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.